നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഭരണപ്രതിസന്ധി തുടരുന്ന മറുവശത്ത് തന്നെ ഈ ക്ഷേമ പദ്ധതികളടക്കം അതിലും പുറകിൽ നിന്ന് കുത്തുന്ന ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നു, ഈ പെൻഷൻ അടക്കം നേരിട്ട് കൈകളിലെത്തിക്കുന്നത് നിർത്തലാക്കുന്നു. ഇങ്ങനെ ഈ ഓണക്കാലത്ത് അടക്കം ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, ജനങ്ങളെ വറുതിയിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതിനെതിരെയാണ് ഗുരുതര വിമർശനങ്ങളാണ് ഉയരുന്നത്. ഈ സംസ്ഥാനത്തെ പ്രവാസികളും ഈ സർക്കാർ ഇത്തവണ സമ്മാനിച്ചത് പട്ടിണി ഓണമാണ് പ്രവാസികൾക്കും സമ്മാനിച്ചത്. 3 മാസമായാണ് മുടങ്ങിക്കിടക്കുന്നത് പ്രവാസികളുടെ പെൻഷൻ നൽകാൻ 112 കോടി രൂപ ആവശ്യമായിരിക്കെ 32 കോടി മാത്രമാണ് സർക്കാർ അനുവദിച്ചത്. 1 ലക്ഷത്തിന് മുകളിൽ പ്രവാസികളാണ് പെൻഷൻ ലഭ്യമാകാതെ പ്രയാസത്തിലായത്. എന്തായാലും പ്രവാസികൾ ഉൾപ്പെടെ ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തീർത്തിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അമൽനാഥ് പാഴിച്ചാൽ കൂടി ചേരുന്നുണ്ട്. അമൽ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ UDF സർക്കാർ അധികാരത്തിലെത്തി അവരുടെ ആദ്യ ബജറ്റ് മുതൽ ഈ പ്രവാസികളോടുള്ള അവഗണന തുടരുന്നു എന്ന രീതിയിൽ വലിയ വിമർശനങ്ങൾ നിലനിൽക്കുകയാണ്. ഈ പെൻഷൻ ഉൾപ്പെടെ നൽകുന്നതിൽ UDF സർക്കാരിന്റെ വീഴ്ച എടുത്തു പറഞ്ഞ് അതിൽ ഇപ്പോൾ പ്രതിഷേധവുമായി അവർ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ അത് നേരിട്ട് കൈകളിലെത്തിക്കുന്നത് തടയുന്ന ഒരു സാഹചര്യം, അതായിരുന്നു VD സതീശൻ സർക്കാരിന്റെ നടപടി. ഈ 100 ദിവസം 100 നുണ എന്നതുപോലെ തന്നെ ഈ പദ്ധതികളിൽ ഉൾപ്പെടെ VD സതീശൻ സർക്കാരിന്റെ അവഗണന തുടരുകയാണ്, അല്ലെങ്കിൽ പദ്ധതികൾ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. പ്രവാസികളെ അവഗണിക്കുന്ന ഈ സർക്കാരിന്റെ നിലപാടിനെതിരെ, ഈ സമീപനത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമാവുകയാണ്. ഈ ഓണം ആഘോഷിക്കാൻ പ്രവാസികൾ കാത്തിരിക്കുന്ന ഈ സമയത്ത് അവരുടെ ഓണം ഇരുട്ടിലാക്കുന്ന ഒരു നടപടിയായിരുന്നു നമ്മൾ കണ്ടത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഈ ക്ഷേമ പെൻഷൻ ലഭിച്ച് ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാം എന്ന ഈ പ്രവാസികളുടെ ഈ ഒരു സ്വപ്നത്തിനാണ് നിലവിൽ ഒരു ഇരുട്ടടി എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചത്. അത് പ്രധാനമായും UDF സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്നതിൽ യാതൊരു സംശയവുമില്ല. അതായത് UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള 3 മാസക്കാലമാണ് ഈ പ്രവാസികൾക്ക് അവരുടെ അർഹിച്ച ആ ഒരു പെൻഷൻ തുക അവരുടെ കൈകളിലേക്ക് എത്താതിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച UDF സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഈ പ്രവാസികളുടെ പെൻഷൻ തുക അത് അനുവദിച്ചിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയത്. എന്നാൽ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ നമുക്കത് കൃത്യമായ കാര്യങ്ങൾ നമുക്കറിയാൻ വേണ്ടി സാധിക്കും. അതായത് 32 കോടി രൂപയാണ് ഈ സംസ്ഥാന സർക്കാർ പെൻഷൻ തുകയായി അനുവദിച്ചത്. എന്നാൽ കഴിഞ്ഞ 3 മാസമായി കുടിശ്ശികയുള്ള പെൻഷൻ തുക എന്ന് പറയുന്നത് 112 കോടി രൂപയാണ്. അതായത് 1 മാസത്തെ പെൻഷൻ തുക മാത്രമാണ് ഈ ഓണക്കാലത്ത് പ്രവാസികൾക്ക് നിലവിൽ ഇപ്പോൾ UDF സർക്കാർ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പ്രവാസികളെ കൊണ്ടെത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ഒരു വീഴ്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇത്തരത്തിൽ ഈ പ്രവാസികൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കി എന്നതും എടുത്തു പറയേണ്ടതാണ്. അതായത് ഈ ഒരു പ്രവാസി ക്ഷേമനിധി ബോർഡിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് അത്തരത്തിൽ ഏകദേശം ഒരു 50 കോടി രൂപ നീക്കിയിരിപ്പുണ്ടായിരുന്നു. ആ ഒരു 50 കോടി രൂപയും കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതുകൂടി ഈ ഒരു പ്രവാസികളുടെ ബുദ്ധിമുട്ടിന് കാരണമായി. അതോടൊപ്പം തന്നെ ഈ ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർപേഴ്സൺ രാജിവെച്ച് പുറത്തുപോയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു പകരം മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരു ചെയർപേഴ്സണെ കൊണ്ടുവരുവാനും സാധിച്ചിരുന്നില്ല. അത്തരത്തിൽ നാഥനില്ലാത്തൊരു കളരിയായി ഈ പ്രവാസി ക്ഷേമനിധി ബോർഡ് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പല നടപടികളും മുന്നോട്ട് പോകുന്നില്ല, പല തീരുമാനങ്ങളും എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അത്തരത്തിൽ വലിയ വീഴ്ച തന്നെ ഈ പ്രവാസികളുടെ കാര്യത്തിൽ ഉണ്ടായി എന്നതിൽ യാതൊരു സംശയവുമില്ല. പൊതുപ്രവർത്തകനായ രാജു വാഴക്കാലയാണ് വിവരാവകാശം നൽകുകയും അതിൻ്റെ ഭാഗമായി കൂടുതൽ രേഖകൾ പുറത്തു വരികയും ചെയ്തതോടുകൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു വലിയ വീഴ്ച പുറത്തു വന്നത്. ഇത്തരത്തിൽ ഈ പ്രവാസികളുടെ ഈ ഒരു തുക അനുവദിച്ചു എന്നത് വലിയ പ്രഖ്യാപനം നടത്തുന്നു. അത്തരത്തിൽ അത് കൊട്ടിയോ ആഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ എത്തുന്നു. എന്നാൽ 1 മാസത്തെ തുക, അതായത് 3 മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരൊറ്റ മാസത്തെ 32 കോടി രൂപ മാത്രം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഇനി അങ്ങോട്ട് 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഇപ്പോഴുമുണ്ട്. അതാണ് ഈ പ്രവാസികളെ ബുദ്ധിമുട്ടിക്കുന്നത്. നല്ല രീതിയിൽ ഓണം ഉണ്ടാമെന്നൊക്കെ ആഗ്രഹിച്ചവരാണ് ഈ പ്രവാസികളുടെ കുടുംബം. നമുക്കറിയാം, നല്ല പ്രായത്തിൽ അവർ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി അവരുടെ ജീവിതത്തിൻ്റെ നല്ല പ്രായം അവിടെ ചിലവഴിച്ച് പിന്നീട് നാട്ടിലേക്ക് വരുന്നു. ഈ ഒരു തുക പോലും അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഈ പുതിയ സർക്കാരിൻ്റെ കാലത്തുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവാസികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഈ ഓണ ദിവസത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് സർക്കാരിനെതിരെ. പക്ഷേ സർക്കാർ ഇപ്പോഴും ഈ പ്രവാസി ലോകത്തോട് അല്ലെങ്കിൽ പ്രവാസി ജനങ്ങളോട് കണ്ണടക്കുന്ന ഒരു സമീപനമാണ്. നിലവിൽ ഇപ്പോഴും 2 മാസത്തെ
കുടിശ്ശിക ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരൊറ്റ മാസത്തെ തുക മാത്രം അനുവദിച്ചുകൊണ്ട് ഈ പ്രവാസികളുടെ ക്ഷേമ പെൻഷൻ അത് അനുവദിച്ചിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം, അല്ലെങ്കിൽ ഒരു കള്ളപ്രഖ്യാപനം നിലവിൽ ഇപ്പോൾ UDF സർക്കാർ നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഉമ.